ഹലോ നമസ്കാരം. ഫസ്റ്റ് സ്റ്റെപ്പിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിസ്റ്റമാറ്റിക്സ് എന്താണെന്ന് പഠിച്ചു, സിസ്റ്റമാറ്റിക്സിന്റെ ഡെഫിനിഷൻ പഠിച്ചു, അതുപോലെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് പഠിച്ചു. അരിസ്റ്റോട്ടലിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു, 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിച്ചു, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു 5 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ്. അതായത് ഈ ഒരു RH വിറ്റാക്കറിന്റെ 1969 അദ്ദേഹം 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. അത് ഓർത്തിരിക്കണം. ആ ഓരോ കിങ്ഡംസിനെ കുറിച്ചും കുറച്ച് ഡീറ്റെയിൽസ്, കുറച്ച് എക്സാമ്പിൾസ്, എന്താണ് അതിന്റെ ബേസിസ്, ആ ഒരു എന്തിൻ്റെയൊക്കെ ബേസിലാണ് അതിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, അതിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. പിന്നെ അതിന് കുറേ സബ് ഡിവിഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം അതിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണല്ലോ. സോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ആദ്യത്തെ കിങ്ഡമാണ് കിങ്ഡം മൊണീറ. ബാക്ടീരിയ ആർ ദ സോൾ മെമ്പേഴ്സ് ഓഫ് കിങ്ഡം മൊണീറ. ദേ ആർ ദ മോസ്റ്റ് അബൻഡന്റ് മൈക്രോ ഓർഗാനിസംസ്. അപ്പൊ നമുക്കറിയാം അല്ലെ, മൊണീറ എന്നൊരു കിങ്ഡത്തിൽ കൂടുതലും വരുന്നത് ബാക്ടീരിയാസ് ആണ്. നമ്മൾ പറഞ്ഞു ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഈ മൊണീറ, അല്ലെങ്കിൽ ഒരു കിങ്ഡമാണ് മൊണീറ. അപ്പോൾ അതിനകത്ത് കൂടുതലായിട്ടും വരുന്നത് ബാക്ടീരിയാസ് ആണ്. ബാക്ടീരിയാസ് എന്ന് പറയുമ്പോൾ കോസ്മോപൊളിറ്റൻ ആണല്ലേ, എല്ലാ സ്ഥലത്തും കാണപ്പെടും. അതായത് ഇപ്പോൾ നമ്മൾ ഒരു പിടി മണലെടുത്താൽ പോലും അതിനുള്ളിൽ വരെ ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ടാവും. അതുപോലെ ഈവൻ ഹോട്ട് സ്പ്രിങ്സിലായാലും ഡെസേർട്സിലായാലും സ്നോ ആൻഡ് ഡീപ്പ് ഓഷ്യൻസ്, എല്ലാ സ്ഥലത്തും ജീവജാലങ്ങളുള്ള എല്ലാ സ്ഥലത്തും ഈ ബാക്ടീരിയയുടെ പ്രസൻസും കാണപ്പെടാം. ബാക്ടീരിയാസ് മോസ്റ്റ്ലി എന്താണ്, പാരസൈറ്റ്സ് ആയിരിക്കും. ഏതെങ്കിലുമൊക്കെ മറ്റു ഓർഗാനിസത്തിന്റെ ശരീരത്താൽ, ഇപ്പം നമ്മുടെ ശരീരത്തായാലും ഒരുപാട് ബാക്ടീരിയാസ് സർവൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓർത്തിരിക്കണം, മൊണീറ ആണ് ആദ്യത്തെ കിങ്ഡം, RH വിറ്റാക്കർ ക്ലാസിഫിക്കേഷന്റെ ആദ്യത്തെ കിങ്ഡം. And these bacteria are grouped under 4 categories based on their shape. അപ്പൊ നമ്മൾ പറഞ്ഞു കിങ്ഡം മൊണീറയിൽ കൂടുതലും വരുന്ന ബാക്ടീരിയാസ് ആണ്. ഈ ബാക്ടീരിയാസിനെ മെയിൻലി ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അവരുടെ ഷേപ്പിന്റെ ബേസിസിലാണ്. ഏതൊക്കെയാണ് ഷേപ്പ് എന്ന് നോക്കാം. സ്പെറിക്കൽ കോക്കസ്, റോഡ് ഷേപ്ഡ് ബാസിലസ്, കോമ ഷേപ്ഡ് വിബ്രിയം, സ്പൈറൽ സ്പൈറലം. ഇതാണ് കോമൺലി ബാക്ടീരിയാസ് കാണപ്പെടുന്ന 4 ഷേപ്പുകൾ. എല്ലാത്തിൻ്റെയും ഒരു എക്സാമ്പിളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ സ്പെറിക്കൽ കോക്കസ്, കോക്കസ് ഷേപ്ഡ് എന്ന് പറയുമ്പോൾ അതൊരു സ്പെറിക്കൽ സ്ട്രക്ചർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കറിയാമല്ലേ, സ്ട്രെപ്റ്റോകോക്കസ്, സ്റ്റെഫൈലോകോക്കസ്, അതൊക്കെ കോമൺലി അറിയപ്പെടുന്ന കോക്കസ് ഷേപ്ഡ് ബാക്ടീരിയാസ് ആണ്. അടുത്തത് റോഡ് ഷേപ്ഡ് ബാസിലസ്. ഇപ്പോൾ ബാസിലസ് സബ്റ്റിലിസ്, അതൊക്കെ ഒരു റോഡ് ഷേപ്ഡ് സ്ട്രക്ചറാണ്. ഇനി കോമ ഷേപ്ഡ് വിബ്രിയം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വിബ്രിയോ കോളറെ, ഒരു കോമ ഷേപ്ഡ് സ്ട്രക്ചർ ആയിരിക്കും. ഇനി സ്പൈറൽ സ്പൈറലം, ഒരു സ്പൈറൽ ഷേപ്പ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലെപ്റ്റോസ്പൈറ സ്പീഷീസ്. ലെപ്റ്റോസ്പൈറ സ്പീഷീസ് എന്ന് പറയുന്നത് നമ്മുടെ ലെപ്റ്റോസ്പൈറോസിസ് കോസ് ചെയ്യുന്ന ബാക്ടീരിയാസ് ആണ്. അതുപോലെ ഇപ്പോൾ ട്രിപ്പനോമ പലേഡിയം, ഇതൊക്കെയാണ് ഒരു സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയാസിന് എക്സാമ്പിൾ. അപ്പോൾ ഓർത്തിരിക്കണം, 4 ഷേപ്പാണ്. ഒന്ന് കോക്കസ് ഷേപ്ഡ്, റോഡ് ഷേപ്ഡ് ബാസിലസ്, പിന്നെന്താണ് കോമ ഷേപ്ഡ് വിബ്രിയം, പിന്നെ സ്പൈറൽ സ്പൈറലം. ഓക്കെ, എക്സാമ്പിൾസും ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. നമ്മൾ പിന്നെ MCQs ഒക്കെ ഡിസ്കസ് ചെയ്യുകയും PDF തരികയൊക്കെ ചെയ്യുന്ന ടൈമിൽ കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, നമുക്കറിയാം അല്ലേ, ബാക്ടീരിയാസ് വളരെ ചെറിയ സ്ട്രക്ചേഴ്സ് ആണ്. എന്നാൽ ഇവരുടെ ബിഹേവിയർ വളരെ കോംപ്ലക്സ് ആണ്. കമ്പയർഡ് ടു മെനി അതർ ഓർഗാനിസംസ്, ബാക്ടീരിയ ആസ് എ ഗ്രൂപ്പ് ഷോസ് ദ മോസ്റ്റ് എക്സ്റ്റെൻസീവ് മെറ്റബോളിക് ഡൈവേഴ്സിറ്റി. ഏറ്റവും കൂടുതൽ മെറ്റബോളിക് ഡൈവേഴ്സിറ്റി കാണിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് organisms ആണ് ഈ ബാക്ടീരിയാസ്. ആൻഡ് സം ഓഫ് ദീസ് ബാക്ടീരിയാസ് ആർ ഓട്ടോട്രോഫിക്, ദാറ്റ് ഈസ് ദേ സിന്തസൈസ് ദെയർ ഫുഡ് ബൈ ദംസെൽഫ് ഫ്രം ഇനോർഗാനിക് സബ്സ്ട്രേറ്റ്സ്. ആൻഡ് they may be photosynthetic autotrophs or chemosynthetic autotrophs. The vast majority of bacteria are heterotrophic, that is, they do not synthesize their own food but depend on other organisms or dead organic matter for food. അപ്പോൾ എന്താണ്, ബാക്ടീരിയാസ്
വളരെ കോംപ്ലക്സ് ബിഹേവിയർ കാണിക്കുന്നവരാണെന്ന് പറഞ്ഞു. അതിന് എക്സ്റ്റെൻസീവ് മെറ്റബോളിക് ഡൈവേഴ്സിറ്റി കാണിക്കുന്നവരാണ്. ചിലതൊക്കെ പാത്തോജനിക് ആണ്. പിന്നെ ഇവരുടെ ഒരു മോഡ് ഓഫ് ന്യൂട്രീഷന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ചിലത് ഓട്ടോട്രോഫിക് ആണ്. ഓട്ടോട്രോഫിക്കിൽ തന്നെ എന്താണ്, ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സും ആവാം, കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സും ആവാം. അതൊക്കെ എന്താണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പിന്നെന്താ, കൂടുതൽ ബാക്ടീരിയാസും ഹെറ്ററോട്രോഫിക് ആണ്, കൂടുതലും പാരസൈറ്റിക് ആണെന്നൊക്കെ പറഞ്ഞല്ലേ. ചിലതൊക്കെ ഡിസീസ് കോസിങ് ആണ്. അപ്പോൾ അത് ഒന്നെങ്കിൽ നമ്മളുടെ ഓരോ ആനിമൽസിൻ്റെ ഒക്കെ ബോഡിയിൽ അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ ബോഡിയിലൊക്കെ സർവൈവ് ചെയ്യുന്നവയായിരിക്കും, അല്ലെങ്കിൽ ഡെഡ് ആൻഡ് ഡീക്കേഡ് പാർട്ടിക്കിൾസിൽ സർവൈവ് ചെയ്യുന്നവയായിരിക്കും. അങ്ങനെ പല ഹാബിറ്റാറ്റ്സിലും പല മോഡ് ഓഫ് ന്യൂട്രീഷനും അങ്ങനെ ഭയങ്കര ഡൈവേഴ്സ് ആയിട്ട് കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ് ബാക്ടീരിയാസ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Eubacterias are also known as true bacteria. അത് ഓർക്കണേ. They are characterized by the presence of a rigid cell wall and, if motile, a flagellum. അപ്പോൾ യൂബാക്ടീരിയാസിന് എന്താണ് അവരുടെ ഒരു സ്പെഷ്യാലിറ്റി? അവർക്കൊരു റിജിഡ് സെൽ വാൾ ഉണ്ടായിരിക്കും. ഇനി അവർ മോട്ടൈൽ ആണെങ്കിൽ, അതായത് മൂവ് ചെയ്യാൻ പറ്റുന്നവയാണെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു സ്ട്രക്ചേഴ്സാണ് ഫ്ലജെല്ലം. അത് ഓർത്തിരിക്കണം. ട്രൂ ബാക്ടീരിയാസ് എന്നറിയപ്പെടുന്നത് യൂബാക്ടീരിയാസ് ആണ്. അതാണ് ഒരു ഒബ്ജക്റ്റീവ് ലെവലിൽ നോക്കുമ്പോൾ വരാൻ ചാൻസ് ഉള്ള ഒരു പോയിന്റ്. പിന്നെ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ്. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സിന് എക്സാമ്പിൾ എന്താണ്? നമ്മുടെ ബ്ലൂ ഗ്രീൻ ആൽഗെ. These cyanobacteria, which are also referred to as blue-green algae, have chlorophyll. Chlorophyll ശരിക്കും എവിടെയാണ് കാണപ്പെടുന്നത്? കൂടുതലായിട്ടും പ്ലാന്റ്സിൽ, ഗ്രീൻ പ്ലാന്റ്സിലാണല്ലേ കാണപ്പെടുന്നത്. ഇതേപോലെ ക്ലോറോഫിൽ അടങ്ങിയിട്ടുള്ള ഒരു ബാക്ടീരിയയാണ് നമ്മുടെ സൈനോബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗെ. അപ്പോൾ നമുക്കറിയാലോ, ഈ ഒരു ഹരിതകത്തിന്റെ പ്രസൻസ് മൂലമാണ് നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സ് സൺലൈറ്റ് ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യുന്നത്. അപ്പോൾ ഇതേ ക്ലോറോഫിലുള്ള നമ്മുടെ സൈനോബാക്ടീരിയം എങ്ങനെയായിരിക്കും? അവരും സ്വന്തമായിട്ട് ഭക്ഷണം പാകം ചെയ്യും. സോ ദേ ആർ നോൺ ആസ് photosynthetic autotrophs, and these cyanobacteria are unicellular, colonial or filamentous, marine or terrestrial algae. അപ്പോൾ ഇവർ യൂണിസെല്ലുലാർ ആണ്. ഒന്നെങ്കിൽ കോളനി ആയിട്ട് കാണപ്പെടും, അല്ലെങ്കിൽ ഫിലമെന്റസ് ആയിട്ട് കാണപ്പെടും. മറൈൻ ആയിരിക്കാം, ടെറസ്ട്രിയൽ ആയിരിക്കാം. ആൻഡ് ദ കോളനീസ് ആർ ജനറലി സറൗണ്ടഡ് ബൈ എ ജെലാറ്റിനസ് ഷീറ്റ്. അത് ഓർത്ത് വെക്കണം, അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. And they often forms blooms in polluted water bodies. Some of these organisms can fix atmospheric nitrogen in specialized cells called heterocyst. അപ്പോൾ ഹെറ്ററോസിസ്റ്റ് എന്താണെന്ന് ഓർത്ത് വെക്കണം. നമ്മുടെ സൈനോബാക്ടീരിയ ചില സ്പീഷീസിന് നൈട്രജൻ, അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് സെൽസുമുണ്ട്. അതിനെയാണ് ഈ ഹെറ്ററോസിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ എക്സാമിനേഷൻ ഒബ്ജക്റ്റീവ് ലെവലിലാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ പോയിന്റ്സ് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓൾറെഡി നമ്മൾ ഡിഗ്രിയിലും പി ജിയിലും ഒക്കെ പഠിച്ചതായിരിക്കും, എന്നാലും ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഈ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സിന് 2 എക്സാമ്പിൾ പഠിച്ചു വെക്കാം. നോസ്റ്റോക്ക് ആൻഡ് അനബിന. മറന്നു പോകരുത്, നോസ്റ്റോക്കും അനബിനയും. ഓക്കെ, അടുത്തതാണ് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ്. എന്താണ് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ്? They are bacteria which oxidize various inorganic substances such as nitrates and ammonia, and they use the released energy for their ATP production. അപ്പോൾ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് എന്ത് ചെയ്യും? ഇനോർഗാനിക് സബ്സ്ട്രേറ്റ്സിനെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. And they play a great role in recycling nutrients like nitrogen, phosphorus, iron, sulfur. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രകൃതിയിലുള്ള പല ന്യൂട്രിയൻസിനും പല എലമെൻസിനെയും ഒക്കെ റീസൈക്കിൾ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഈ ഒരു കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സിനുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സൾഫർ ബാക്ടീരിയ ഒക്കെ ഇത് ഇനോർഗാനിക് സബ്സ്ട്രേറ്റ്സിനെ ഉപയോഗിച്ച് ATP പ്രൊഡക്ഷന്, അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എനർജി ഉപയോഗിച്ച് അവരുടെ ATP പ്രൊഡക്ഷൻ നടത്തും. Now we are going to discuss about heterotrophic bacteria. These heterotrophic bacteria are the most abundant in nature and the majority of them are decomposers. നമുക്കറിയാം അല്ലേ,
കൂടുതൽ ബാക്ടീരിയാസും ഡെഡ് ആൻഡ് ഡീക്കേഡ് മാറ്ററിലൊക്കെ ആയിരിക്കും കാണപ്പെടുന്നത്. ഇവരൊരു ഡീകമ്പോസേഴ്സ് കാറ്റഗറിയിൽ വരും. ആൻഡ് മെനി ഓഫ് ദം ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഓൺ ഹ്യൂമൻ അഫയേഴ്സ്. കൂടുതൽ ബാക്ടീരിയാസും പാത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ട്. ഒരുപാട് അസുഖങ്ങൾ കോസ് ചെയ്യുന്ന ബാക്ടീരിയാസ് ആണല്ലേ. അതുപോലെ ആനിമൽസിൽ ഗ്രോ ചെയ്യുന്ന ബാക്ടീരിയാസ് ഉണ്ട്. ആൻഡ് കുറേയൊക്കെ ബാക്ടീരിയാസ് നമുക്ക് യൂസ്ഫുൾ ആണ്. ഫോർ എക്സാമ്പിൾ they help in making curd from milk and for the production of antibiotics, nitrogen fixation in legumes ആൻഡ് റൂട്ട്സ്. അങ്ങനെ കുറേ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ട്. അതുപോലെ തന്നെ പാത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ട്. ഇവരൊക്കെ കൂടുതലും ഹെറ്ററോട്രോഫിക് ആണ്. ആൻഡ് സം ആർ പാത്തോജനിക്. ഞാൻ പറഞ്ഞല്ലോ, സം ആർ പാത്തോജനിക് കോസിങ് ഡാമേജ് ടു. ഇപ്പോൾ ഹ്യൂമൻസിന് ദോഷം വരുന്ന, നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയാസ് ഉണ്ട്. അതുപോലെ പ്ലാന്റ്സിന്, ക്രോപ്സിന്, ആനിമൽസിന്, പെറ്റ്സിനൊക്കെ പാത്തോജനിക് ആയിട്ടുള്ള പലതരം ബാക്ടീരിയാസ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. ഇപ്പോഴല്ല, വേറെ മോഡ്യൂൾസൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കും. കോളറ, ടൈഫോയിഡ്, ടെറ്റനസ് ഇതൊക്കെ ബാക്ടീരിയ ഉണ്ടാക്കുന്ന കുറേ അസുഖങ്ങളാണ്. ആർക്ക്? ഹ്യൂമൻ ബീയിങ്സിന്. സിട്രസ് കാങ്കർ, അത് ലെമണിനൊക്കെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അതിൻ്റെ കോസറ്റീവ് ഓർഗാനിസം ബാക്ടീരിയയാണ്. ആർക്കിബാക്ടീരിയ. ആർക്കിബാക്ടീരിയ എന്താണെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ദീസ് ബാക്ടീരിയാസ് ആർ സ്പെഷ്യൽ since they live in some of the most harsh habitats such as extreme saline areas, hot springs and marshy areas. അപ്പോൾ എന്താണ്, വളരെ ഹാർഷ് ആയിട്ടുള്ള ഹാബിറ്റാറ്റ്സിലൊക്കെയാണ് ഇവ കാണപ്പെടുന്നത്. ഓരോന്നിനും ഓരോ പേരുണ്ട്, അത് പഠിച്ചിരിക്കണേ. സോൾട്ടി ഏരിയാസ്, അതായത് സോൾട്ട് കണ്ടന്റ് കൂടുതലുള്ള ഏരിയാസിൽ കാണപ്പെടുന്ന ബാക്ടീരിയാസിനെ എന്താ പറയുന്നത്, അല്ലെങ്കിൽ മൈക്രോബ്സിനെ എന്താ പറയുന്നത്? ഹാലോഫൈൽസ് എന്നാണ് പറയുന്നത്. ഹോട്ട് സ്പ്രിങ്സിൽ കാണപ്പെടുന്നവയെ തെർമോ അസിഡോഫൈൽസ് എന്നും മാർഷി ഏരിയാസിൽ കാണപ്പെടുന്നവയെ മെത്തനോജൻസ് എന്നും പറയും. ഓർത്തിരിക്കുക, ഹാലോഫൈൽസ് സോൾട്ടി ഏരിയ, അതുപോലെ തെർമോ അസിഡോഫൈൽസ് ഹോട്ട് സ്പ്രിങ്സിൽ, അതുപോലെ മെത്തനോജൻസ് കാണപ്പെടുന്നത് മാർഷി ഏരിയാസിലാണ്. Archaebacterias differ from other bacteria in having a different cell wall structure, and this feature is responsible for their survival in extreme conditions. അപ്പോൾ സാധാരണ ബാക്ടീരിയാസ്, നമുക്കറിയാം ബാക്ടീരിയാസ് കോസ്മോപൊളിറ്റൻ ആണ്, എല്ലായിടത്തും കാണപ്പെടും. അപ്പോൾ സാധാരണ ബാക്ടീരിയാസ് നമ്മുടെ ഒരു റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആ ഒരു നോർമൽ സറൗണ്ടിങ്സിൽ സർവൈവ് ചെയ്യുന്നവയാണ്. അവരുടെ സെൽവാൾ സ്ട്രക്ചറിൽ നിന്ന് വ്യത്യസ്തമായൊരു സെൽവാൾ സ്ട്രക്ചർ ആയിരിക്കും ഇങ്ങനെയുള്ള ആർക്കിബാക്ടീരിയാസിന്. ആ ഒരു സെൽവാളിൻ്റെ സ്പെഷ്യാലിറ്റി തന്നെയാണ് അവയെ ഇങ്ങനെയുള്ള എക്സ്ട്രീം കണ്ടീഷൻസിൽ സർവൈവ് ചെയ്യാൻ സഹായിക്കുന്നത്. Methanogens are present in guts of several ruminant animals such as cows and buffaloes, and they are responsible for the production of methane gas, അതായത് ബയോഗ്യാസ് ഉണ്ടല്ലോ, ആൻഡ് ഫ്രം ദ ഡങ് ഓഫ് ദിസ് ആനിമൽസ്. അപ്പം നമുക്കറിയാം ഈ മെത്തനോജനിക് ബാക്ടീരിയ എന്ന് പറയുന്നത് മീഥെയിൻ ഗ്യാസിൻ്റെ അല്ലെങ്കിൽ ബയോഗ്യാസിൻ്റെ പ്രൊഡക്ഷന് ഉപകാരപ്പെടും. ഇത് റുമിനൻ്റ് ആനിമൽസിൻ്റെ, അതായത് ഇപ്പോൾ കൗ, ബഫലോ പോലെ അയവെട്ടുന്ന ആനിമൽസിൻ്റെ ഗട്ടിൽ ഇവയുടെ പ്രസൻസ് കാണപ്പെടാം. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മുടെ ബയോഗ്യാസ് പ്രൊഡക്ഷനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, ആ ബയോഗ്യാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബാക്ടീരിയാസാണ് മെത്തനോജൻസ്. ഇവ കൗവിൻ്റെയും ബഫലോയുടെയൊക്കെ ഗട്ടിലും കാണപ്പെടും, അതുപോലെ കൗഡങ്ങിൽ കാണപ്പെടും. അതിൻ്റെ ഒരു ആക്ടിവിറ്റി മൂലമാണ് ഈ ഒരു ബയോഗ്യാസ് പ്രൊഡ്യൂസ് ആവുന്നത്. ഓർത്തിരിക്കേണ്ട 3 പോയിന്റ്സ് ആണ്. ഏതൊക്കെയാണ്? ആർക്കിബാക്ടീരിയസ് എക്സ്ട്രീം കണ്ടീഷനിലാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. 3 പേരുകൾ: ഹാലോഫൈൽസ്, തെർമോസിഡോഫൈൽസ്, അതുപോലെ മെത്തനോജൻസ്. മെത്തനോജൻസ് ആനിമൽസിൻ്റെ, റുമിനൻ്റ് ആനിമൽസിൻ്റെ ഗട്ടിലും കാണപ്പെടും, അതുപോലെ അതാണ് കൗഡങ്ങിൽ ആക്ട് ചെയ്തിട്ട് മീഥെയിൻ ഗ്യാസ് അല്ലെങ്കിൽ ബയോഗ്യാസിൻ്റെ പ്രൊഡക്ഷന് സഹായിക്കുന്നത് മെത്തനോജൻസ്. ഓക്കെ. ഹാലോഫൈൽസ് എന്തായിരുന്നു? സോൾട്ടി ഏരിയാസിൽ കാണപ്പെടും. തെർമോ അസിഡോഫൈൽസ് എവിടെയാണ്? ഹോട്ട് സ്പ്രിങ്സിൽ കാണപ്പെടും. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. Mycoplasmas. The mycoplasmas are organisms that completely lack cell wall. അപ്പോൾ മൈക്കോപ്ലാസ്മാസ് സാധാരണ ബാക്ടീരിയയെക്കാളും ചെറിയ സ്ട്രക്ചേഴ്സ് ആണ്. ഇവയ്ക്ക് സെൽ വാൾ ഇല്ല. They are the smallest living cells known and can survive without oxygen. അപ്പോൾ എന്താണ്? ഓക്സിജൻ ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റും. സെൽ വാൾ ഇല്ല. And many mycoplasmas are pathogenic to animals and plants. അങ്ങനെ നമ്മൾ RH വിറ്റാക്ക ക്ലാസിഫിക്കേഷൻ്റെ 2ാമത്തെ കിങ്ഡത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കിങ്ഡം Protista. All single-celled eukaryotes are placed under Protista,
but the boundaries of this kingdom are not well defined. അപ്പോൾ ഓർക്കേണ്ട കാര്യം എല്ലാ സിംഗിൾ സെൽഡ് യൂകാരിയോട്സിനെയും ആർഎച്ച് വിറ്റാക്കർ ഈ ഒരു കിങ്ഡത്തിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മോഡ്സ്, പ്രോട്ടോസോവൻസ് എക്സെട്ര കംസ് അണ്ടർ കിങ്ഡം പ്രൊട്ടിസ്റ്റ. ഇവ ഓരോന്നിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഏരിയയാണ്. ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് പ്രൊട്ടിസ്റ്റ ആർ പ്രൈമർലി അക്വാട്ടിക്. കൂടുതൽ ഓൾമോസ്റ്റ് എല്ലാ പ്രൊട്ടിസ്റ്റ മെമ്പേഴ്സും അക്വാട്ടിക് ആണ്. ആൻഡ് ദിസ് കിങ്ഡം ഫോംസ് എ ലിങ്ക് വിത്ത് ദ അതർ ഡീലിംഗ് വിത്ത് പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഫഞ്ചി. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ്, ആനിമൽസ്, ഫഞ്ചി ആ ഒരു കിങ്ഡംസ് ഒക്കെ ആയിട്ടുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു ലിങ്ക് ഈ ഒരു പ്രൊട്ടിസ്റ്റ കിങ്ഡം ആണ്. ആൻഡ് ബീയിങ് യൂകാരിയോട്സ്, the protestant cell body contains a well-defined nucleus and other membrane-bound organelles, and some have flagella and cilia. Eukaryotes ആണ്. പക്ഷെ എങ്ങനത്തെ eukaryotes ആണ്? സിംഗിൾ സെൽഡ് eukaryotes ആണ്. അത് ഓർക്കണേ. ആൻഡ് protists reproduce asexually and sexually by a process involving cell fusion and zygote formation. അപ്പോൾ എന്താണ്? സെക്ഷലിയും അസെക്ഷലിയും റീപ്രൊഡ്യൂസ് ചെയ്യും. സെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്? സെൽ ഫ്യൂഷൻ ആൻഡ് സൈഗോട്ട് ഫോർമേഷൻ വഴിയാണ്. ഇനി നമുക്ക് ഓരോ ആ ഒരു ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ ആ ഒരു കിങ്ഡം പ്രൊട്ടിസ്റ്റിൽ വരുന്ന ഓരോന്നിനെ കുറിച്ചും പഠിക്കാം. നമ്മൾ പറഞ്ഞില്ലേ ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മോഡ്സ്, പ്രോട്ടോസോവൻസ് അതിനെ കുറിച്ചൊക്കെ പഠിക്കാം. ആദ്യം നമുക്ക് ക്രൈസോഫൈറ്റ്സിനെ കുറിച്ച് നോക്കാം. ക്രൈസോഫൈറ്റ്സ് ഇൻക്ലൂഡ് ഡയാറ്റോംസ് ആൻഡ് ഗോൾഡൻ ആൽഗെ. ഗോൾഡൻ ആൽഗയുടെ മറ്റൊരു പേരാണ് ഡെസ്മിറ്റ്സ്. ഇത് ഓർത്തിരിക്കണേ. ഈ ഡയാറ്റോംസ് എന്ത് കാറ്റഗറിയിൽ വരും എന്നൊക്കെ ചോദിക്കാം. ആൻഡ് ദേ ആർ ഫൗണ്ട് ഇൻ ഫ്രഷ് വാട്ടർ ആസ് വെൽ ആസ് മറൈൻ എൻവയോൺമെന്റ്. ദേ ആർ മൈക്രോസ്കോപ്പിക് ആൻഡ് ഫ്ലോട്ട് പാസീവ്ലി ഇൻ വാട്ടർ കറന്റ്. പ്ലാങ്ടൺസ് ഒക്കെ ഉണ്ടല്ലോ, വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന രീതിയിലുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ഓർഗാനിസംസ് ആണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദം ആർ ഫോട്ടോസിന്തറ്റിക്. നമ്മൾ പറഞ്ഞു ഡയാറ്റോംസ്. ഡയാറ്റോംസിനെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ആൻഡ് എന്താണ് ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെൽ വാൾസ് ഫോം ടു തിൻ ഓവർലാപ്പിംഗ് ഷെൽസ് വിച്ച് ഫിറ്റ് ടുഗദർ ഇൻ എ സോപ്പ് ബോക്സ്. ഒരു സോപ്പ് പെട്ടി അടച്ചു വെച്ചേക്കുന്ന പോലെ രണ്ട് എന്താ പറയുക ഓവർലാപ്പിംഗ് ഷെൽസ് ആണ് ഇവയ്ക്കുള്ളത്. ഇതിങ്ങനെ ഒരു സോപ്പ് പെട്ടി അടച്ചു വെച്ചേക്കുന്ന പോലെ ഇരിക്കും. അതാണ് ഡയാറ്റോംസ്. ഡയാറ്റോംസ് വരുന്നത് എന്തിലാന്ന് ഓർത്തിരിക്കണം? ക്രൈസോഫൈറ്റ്സിലാണ് ഈ ഡയാറ്റോംസ് വരുന്നത്. And the walls are embedded with silica and thus the walls are indestructible. ഇതുണ്ടാക്കിയിരിക്കുന്നത് എന്താണ്? സിലിക്ക കൊണ്ടാണ് ഈ ഒരു ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ഷെൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇൻഡിസ്ട്രക്റ്റബിൾ ആണ്. Thus diatoms have left behind large amount of cell wall deposits in their habitat. അപ്പോൾ ഇവരുടെ ഹാബിറ്റാറ്റിൽ ഒരുപാട് സിലിക്ക ഡിപ്പോസിറ്റ് ഉണ്ടാകും അല്ലേ? ഈ ഒരു സിലിക്ക ഡിപ്പോസിറ്റിന്റെ അക്യുമുലേഷൻ ഒരു ബില്യൺസ് ഓഫ് ഇയേഴ്സ് ഇതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് ഡയാറ്റോമേഷ്യസ് എർത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ബീയിങ് ഗ്രിറ്റി, ദിസ് സോയിൽ ഈസ് യൂസ്ഡ് ഇൻ പോളിഷിംഗ്, ഫിൽട്രേഷൻ ഓഫ് ഓയിൽ ആൻഡ് സിറപ്പ്, ആൻഡ് ദീസ് ഡയറ്റോംസ് ആർ ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ഓഷ്യൻസ്. ഡയറ്റോംസിന്റെ പ്രത്യേകത എന്താണ്? ഇവരാണ് ഡയറ്റോമേഷ്യസ് എർത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മൾ പറഞ്ഞു ഇതിന് ഓവർലാപ്പിംഗ് ആയിട്ടുള്ള രണ്ട് ഷെൽസ് ഉണ്ട്. സിലിക്ക എംബഡഡ് ആണ്. ഈ ഒരു സിലിക്ക ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഇൻഡിസ്ട്രക്റ്റബിൾ ആണ്. അപ്പോൾ ഈ ഒരു സെൽ വാൾ ഡിപ്പോസിറ്റ്സ് വർഷങ്ങളായിട്ട് ഇങ്ങനെ അവിടെ അടിഞ്ഞുകൂടിയാണ് ഈ ഡയറ്റോമേഷ്യസ് എർത്ത് ഉണ്ടാവുന്നത്. ഈ ഡയറ്റോമേഷ്യസ് എർത്ത് ഒരുപാട് യൂസ്ഫുൾ ആണ് പോളിഷിങ്ങിന് വേണ്ടിയിട്ട്, ഫിൽട്രേഷൻ ഓഫ് ഓയിൽ ആൻഡ് സിറപ്സ് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഡയറ്റോമേഷ്യസ് എർത്തിനെ ഉപയോഗിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഡൈനോഫ്ലജലേറ്റ്സ്. ഡൈനോഫ്ലജലേറ്റ്സിന്റെ പ്രത്യേകത എന്താ? They are mostly marine and photosynthetic. They appear yellow, green, brown, blue or red depending on the main pigments present in the cells. The cell wall has stiff cellulose plate on the outer surface. അപ്പോൾ നമുക്കറിയാം അല്ലേ, പ്ലാന്റിന്റെ സെൽ വാള് സെല്ലുലോസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡൈനോഫ്ലജലേറ്റ്സിന്റെ സെൽ വാളും സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആൻഡ് മോസ്റ്റ് ഓഫ് ദം ഹാവ് ടു ഫ്ലജല്ല. ഡൈനോഫ്ലജലേറ്റ്സ് ആണല്ലേ. അപ്പോൾ ഫ്ലജല്ല ഉണ്ട്. എങ്ങനെയാണ്? വൺ ലൈസ് ലോഞ്ചിറ്റ്യൂഡിനലി ആൻഡ് അതർ ട്രാൻസ്വേഴ്സ്ലി ഇൻ എ ഫെറോ ബിറ്റ്വീൻ ദ വാൾ പ്ലേറ്റ്സ്. അപ്പോൾ ഈ ഒരു വാൾ പ്ലേറ്റ്സിൻ്റെ ഇടയ്ക്കുള്ളൊരു ഫെറോയിൽ
ഒരെണ്ണം ലോഞ്ചിറ്റ്യൂഡിനലും ഒരെണ്ണം ട്രാൻസ്വേഴ്സിലുമാണ് ഈ രണ്ട് ഫ്ലജല്ലാസ് കാണപ്പെടുന്നത്. ആൻഡ് വെരി ഓഫൺ റെഡ് ഡൈനോഫ്ലജല്ലേറ്റ്സ് അണ്ടർഗോ സച്ച് റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ ദാറ്റ് ദേ മേക്ക് ദ സീ അപ്പിയർ റെഡ്. അപ്പൊ റെഡ് ടൈഡ്സ് ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. റെഡ് ടൈഡ്സ് ഏത് ഡൈനോഫ്ലജല്ലേറ്റ് ആണ്? റെഡ് ഡൈനോഫ്ലജല്ലേറ്റ്സ് ആണ്. എക്സാമ്പിൾ ഗോണിയോലാക്സ്. അത് ആ ഒരു എക്സാമ്പിൾ ഓർത്തിരിക്കണം. ആൻഡ് ഈ ഒരു റെഡ് കളർ ഉണ്ടല്ലോ ഇവരുടെ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ മൂലമാണ്. ആൻഡ് ദ ടോക്സിൻസ് റിലീസ്ഡ് ബൈ സച്ച് ലാർജ് നമ്പർ മേ ഈവൻ കിൽ അതർ മറൈൻ ആനിമൽസ് സച്ച് ആസ് ഫിഷസ്. അപ്പോൾ റെഡ് ടൈഡ് ഉണ്ടാക്കുന്നത് ഡൈനോഫ്ലജല്ലേറ്റ്സ് ആണെന്ന് ഓർക്കണം. റെഡ് ഡൈനോഫ്ലജല്ലേറ്റ്സ് ആണ് ഇവരുടെ റാപ്പിഡ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ മൂലമാണ്. ഇങ്ങനെ ഇവ റാപ്പിഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ടോക്സിക് ആണ്. മറ്റ് അക്വാട്ടിക് ഓർഗാനിസംസിന് ടോക്സിക് ആണ് ഇതിൻ്റെ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷനും ഈ ഒരു റെഡ് ടൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു സ്ലൈഡിൽ നിന്നുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ളത്, റെഡ് ടൈഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് euglenoids. Majority of them are freshwater organisms found in stagnant water. അങ്ങനെ അനങ്ങാത്ത അല്ലെങ്കിൽ ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ കാണപ്പെടുന്നവയാണ് യൂഗ്ലിനോയിഡ്സ്. ഫ്രഷ് വാട്ടർ ഓർഗാനിസംസ് ആണ് മെജോറിറ്റിയും. ഇൻസ്റ്റെഡ് ഓഫ് സെൽ വാൾ they have a protein rich layer called pellicle which makes their body flexible. അപ്പോൾ യൂഗ്ലിനോയിഡ്സിന്റെ ബോഡിയെ ഫ്ലെക്സിബിൾ ആക്കി വെക്കുന്നത് എന്താണ്? ആ ഒരു റിച്ച് പ്രോട്ടീൻ ലെയർ ആണ്. അതിന് പറയുന്ന പേര് ഓർത്ത് വെക്കണം, പെല്ലിക്കിൾ. ഓക്കെ, ഇതിന് സെൽ വാൾ ഇല്ല. And they have two flagellas, a short and a long one. Though they are photosynthetic in the presence of sunlight, when deprived of sunlight, they behave like heterotrophs by predating on other small organisms. അപ്പോൾ എന്താ, സൺലൈറ്റ് ഉള്ളപ്പോൾ യൂഗ്ലിനോയിഡ്സ് സൺലൈറ്റ് ഒക്കെ ഉപയോഗിച്ച് സ്വന്തമായിട്ട് ഭക്ഷണം പ്രൊഡ്യൂസ് ചെയ്യും. എന്നാൽ സൺലൈറ്റ് ഇല്ലാത്ത സിറ്റുവേഷൻസിൽ ഇവർക്ക് ഹെട്രോട്രോഫിക് ആയിട്ട് ആക്ട് ചെയ്യാനും കഴിയും. മറ്റ് സ്മോൾ ഓർഗാനിസംസിനെ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ സാധിക്കും. Interestingly, the pigments of euglenoids are identical to those present in the higher plants. അപ്പോൾ ഹയർ പ്ലാന്റ്സിൽ കാണപ്പെടുന്ന പിഗ്മെന്റ്സ് തന്നെയാണ് യൂഗ്ലിനോയിഡ്സിനും ഉള്ളത്. അപ്പോൾ യൂഗ്ലിനോയിഡ്സിന്റെ പ്രത്യേകത എന്തായിരുന്നു? ആദ്യത്തെ പ്രത്യേകതയാണ് പെല്ലിക്കിൾ. എന്താണ്? ഒരു റിച്ച് പ്രോട്ടീൻ ലെയർ ആണ്. ഈ ഒരു പെല്ലിക്കിൾ മൂലമാണ് ഇവരുടെ ബോഡി ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് ഇവയ്ക്ക് പോകാൻ പറ്റുന്നത്. ഇവയ്ക്ക് സെൽവാൾ ഇല്ല. പിന്നെ എന്താ, രണ്ട് ഫ്ലജല്ലേ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ഷോർട്ട് ഫ്ലജല്ലയും ഒരു ലോങ് ഫ്ലജല്ലയും ഉണ്ട്. ഇവർ സൺലൈറ്റിന്റെ പ്രസൻസിൽ ഫോട്ടോസിന്തറ്റിക് ആയിരിക്കും, അല്ലാത്തപ്പോൾ ഹെട്രോട്രോഫിക് ആയിരിക്കും. ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഹയർ പ്ലാന്റ്സിന്റെ ഐഡന്റിക്കൽ ആയിട്ടുള്ള പിഗ്മെന്റ്സ് ആയിരിക്കും ഇവർക്കും ഉള്ളത്. യൂഗ്ലിനോയിഡ്സിന്റെ എക്സാമ്പിൾ എന്താണ്? യൂഗ്ലിന. ഓക്കെ, സ്ലൈം മോൾസ്. സ്ലൈം മോൾസ് ആർ സാപ്രോഫിറ്റിക് പ്രൊട്ടിസ്റ്റ്. അപ്പോൾ പ്രൊട്ടിസ്റ്റ കിങ്ഡത്തിലെ ഏറ്റവും സാപ്രോഫിറ്റിക് ആയിട്ടുള്ള കാറ്റഗറിയാണ് നമ്മുടെ സ്ലൈം മോൾസ്. ആൻഡ് ദ ബോഡി മൂവ്സ് എലോങ് ഡീക്കേയിങ് ട്വിഗ്സ് ആൻഡ് ലീവ്സ് എൻഗൾഫിംഗ് ഓർഗാനിക് മാറ്റർ. അപ്പോൾ ഇവർ ഓർഗാനിക് മാറ്റർ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ ഉണക്ക കമ്പിലും ലീവ്സിലും ഒക്കെ ഇങ്ങനെ ഇരുന്ന് അവയുടെ ഭക്ഷണം കണ്ടെത്തും. സാപ്രോഫിറ്റിക് ആണ്. അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻസ് ദേ ഫോം ആൻ അഗ്രിഗേഷൻ കോൾഡ് പ്ലാസ്മോഡിയം which may grow and spread over several feet. ആ ഒരു പിക്ക് നോക്കിക്കേ, അതിങ്ങനെ സ്പ്രെഡായ ഒരു അഗ്രിഗേഷൻ ഒക്കെ ഫോം ചെയ്യും. അതിന്റെ പേരെന്താണ്? പ്ലാസ്മോഡിയം എന്നാണ്. അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻസ് ദിസ് പ്ലാസ്മോഡിയം ഡിഫറൻഷിയേറ്റ്സ് ആൻഡ് ഫോംസ് ഫ്രൂട്ടിംഗ് ബോഡീസ് ബെയറിംഗ് സ്പോർസ് അറ്റ് ദെയർ ടിപ്സ്. അപ്പോൾ ഇവർ ആദ്യം ഫേവറബിൾ കണ്ടീഷൻസിൽ ഒരു അഗ്രിഗേഷൻ ഒക്കെ ഫോം ചെയ്തിട്ട് അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് വരുമ്പോൾ എന്താ, ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഫ്രൂട്ടിംഗ് ബോഡീസിനെ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ ഇരിക്കും. ആൻഡ് ദീസ് സ്പോർസ് possess true walls. They are extremely resistant and survive for many years even under adverse conditions. എത്ര അഡ്വേഴ്സ് കണ്ടീഷൻ വന്നാൽ ഇവർ അങ്ങനെ പിടിച്ചിരിക്കും. സാപ്രോഫൈറ്റ്സ് ആണേ, ഓർക്കണേ. ആൻഡ് ദീസ് സ്പോർസ് ആർ ഡിസ്പേഴ്സ്ഡ് ബൈ എയർ കറൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവർ സ്പോർസിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കും. ഇതിനെ എയർ വഴിയാണ് ഡിസ്പേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് പ്രോട്ടോസോവൻസ്. All protozoans are heterotrophic and live as predators or parasites. They are believed to be primitive relatives of animals. അപ്പോൾ ആനിമൽസിന്റെ പ്രിമിറ്റീവ് റിലേറ്റീവ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന പ്രോട്ടോസോവൻസ് ആണ്. പ്രോട്ടിസ്റ്റ് കിങ്ഡത്തിലുള്ളവയാണ് പ്രോട്ടോസോവൻസ്.
ആൻഡ് ദർ ആർ 4 മേജർ ഗ്രൂപ്പ് ഓഫ് പ്രോട്ടോസോവൻസ്. ഏതൊക്കെയാണ്? അമീബോയിഡ് പ്രോട്ടോസോവൻസ്, ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻസ്, സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ് ആൻഡ് സ്പോറോസോവൻസ്. എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. ടൈപ്സ് ഓഫ് പ്രോട്ടോസോവൻസ്. ആദ്യത്തേത് അമീബോയിഡ് പ്രോട്ടോസോവൻസ്. പേര് പോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ അമീബയായിട്ട് സിമിലാരിറ്റി ഉള്ളവയാണ്. They move and capture their prey by putting out pseudopodia as in amoeba. എന്താ സ്യൂഡോപോഡിയ? അവരുടെ ഒരു ഫോൾസ് ഫീറ്റ്. അങ്ങനെ ഇവരിങ്ങനെ പതിയെ പോയി പ്രേ എൻഗൾഫ് ചെയ്യും. അമീബയുടെ പരിപാടി തന്നെ. അതുകൊണ്ടാണ് ഇവരെ അമീബോയിഡ് പ്രോട്ടോസോവൻസ് എന്ന് പറയുന്നത്. ദീസ് ഓർഗാനിസംസ് ലിവ് ഇൻ ഫ്രഷ് വാട്ടർ, സീ വാട്ടർ ആൻഡ് മോയ്സ്റ്റ് സോയിൽ. ആൻഡ് മറൈൻ ഫോംസ് ഹാവ് സിലിക്ക ഷെൽസ് ഓൺ ദെയർ സർഫസ്. Some of them such as Entamoeba are parasites. നമുക്കറിയാലേ Entamoeba histolytica. പണ്ട് മുതൽ നമ്മളിങ്ങനെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പഠിച്ചിട്ടുണ്ട്, +1 തൊട്ടേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അമീബോയിഡ് പ്രോട്ടോസോവൻസ് ക്ലിയർ ആയല്ലോ. അടുത്തതാണ് ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻസ്. എന്തുകൊണ്ടായിരിക്കും ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻസ് എന്ന് വിളിക്കുന്നത്? അവർക്ക് ഫ്ലജല്ല ഉണ്ടാവും. ആൻഡ് ദീസ് മെമ്പേഴ്സ് of this group are either free living or parasitic, and the parasitic forms causes diseases such as sleeping sickness. For example, trypanosoma സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ടാക്കുന്ന ഓർഗാനിസമാണ്. അപ്പോൾ എന്താണ്? സിംപ്ലി ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻസ് എന്ന് പറഞ്ഞാൽ ഫ്ലജല ഉണ്ടാവും. എക്സാമ്പിൾ ഓർത്താൽ മതി, ട്രിപ്പനോസോമ, സ്ലീപ്പിംഗ് സിക്നസ്. ഓക്കെ. അടുത്തത് സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ്. സീലിയ ഉള്ളത് കൊണ്ട് സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ്. These are aquatic, actively moving organisms because of the presence of thousands of cilias, and they have a cavity that opens to the outside of the cell surface. അതിന് പറയുന്ന പേര് ഗള്ളറ്റ് എന്നാണ്. The coordinated movement of rows of cilia causes the water laden with food to be streed into the gullet. അപ്പോൾ എന്താ, ഈ ഒരു സീലിയയുടെ ഒരു റിതമിക് മൂവ്മെന്റ്, ഇപ്പം നമ്മുടെ തേരട്ടയൊക്കെ പോകുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ ഇതിന്റെ സീലിയ ഇങ്ങനെ ഒരേ റിതമിക് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് വഴി ഇവയ്ക്ക് മൂവ് ചെയ്യാനും പറ്റും. അതുപോലെ എന്താ, ഭക്ഷണം എൻഗൾഫ് ചെയ്യാനും പറ്റും ഈ ഒരു ഗള്ളറ്റിലേക്ക്. ഫോർ എക്സാമ്പിൾ, സീലിയേറ്റഡ് പ്രോട്ടോസോവൻസിന്റെ എക്സാമ്പിൾ ഓർത്തിരിക്കണം, പാരമീസിയം. പാരമീസിയം ഫിഗർ കണ്ടല്ലോ അല്ലെ. സീലിയ ഫുള്ളും ചുറ്റിനും ഫുള്ള് സീലിയ ആയിരിക്കും. ഈ സീലിയ ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഇവയ്ക്ക് ട്രാവൽ ചെയ്യാനും പറ്റും, അവരുടെ ഭക്ഷണം എൻഗൾഫ് ചെയ്യാനും ഒക്കെ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് സ്പോറോസോവൻസ്. This includes diverse organisms that have an infectious spore-like stage in their life cycle. അപ്പോൾ സ്പോറോസോവൻസും പ്രോട്ടോസോവൻ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇവയുടെ ലൈഫ് സൈക്കിളിൽ സ്പോർ ഫോർമേഷൻ നടക്കുന്നുണ്ട്. ആൻഡ് ദ മോസ്റ്റ് നൊട്ടോറിയസ് ഈസ് ദ പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം എന്താണ്? മലേറിയ പാരസൈറ്റ്. മലേറിയ കോസ് ചെയ്യുന്ന ഓർഗാനിസമാണ് പ്ലാസ്മോഡിയം. ഇത് വരുന്നത് സ്പോറോസോവൻസിലാണ്. This causes malaria, which is a staggering effect on human population. ഒരു കാലത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു മലേറിയ. അതിന് കാരണം പ്ലാസ്മോഡിയം ആണ്. പ്ലാസ്മോഡിയം വരുന്നത് സ്പോറോസോവൻസിലാണ്. സ്പോറോസോവൻസ് എവിടെയാണ് വരുന്നത്? പ്രോട്ടോസോവൻസിലാണ്. പ്രോട്ടോസോവൻസ് എവിടെയാണ് വരുന്നത്? കിങ്ഡം പ്രൊട്ടിസ്റ്റയിലാണ്. കിങ്ഡം പ്രൊട്ടിസ്റ്റ ആരുടെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു? ആർച്ച് വിറ്റാക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ രണ്ടാമത്തെ കിങ്ഡം ആണ് പ്രൊട്ടിസ്റ്റ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആർച്ച് വിറ്റാക്കർ ക്ലാസിഫിക്കേഷന്റെ ആദ്യത്തെ 2 എണ്ണം, അതായത് കിങ്ഡം മൊണീറയും കിങ്ഡം പ്രൊട്ടിസ്റ്റയും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അവരുടെ സബ് കാറ്റഗറീസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചു. എക്സാമ്പിൾസ് പഠിച്ചു. കുറെ ഒബ്ജക്റ്റീവ് ലെവലിൽ എന്തൊക്കെ പോയിന്റ്സ് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ കൃത്യമായിട്ട് ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. സിസ്റ്റമാറ്റിക്സ് എന്ന മൊഡ്യൂൾ ഭയങ്കര എളുപ്പമാട്ടോ. ഇനി നമ്മളൊരു 1-2 ക്ലാസ് മാക്സിമം, അതിൽ കൂടുതൽ എടുക്കത്തില്ല. അതിനുള്ളിൽ നമ്മൾ ആ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യും. പറഞ്ഞ പോയിന്റ്സ് നമ്മൾ ഒരു +1 +2 മുതലൊക്കെ കേട്ടിട്ടുള്ളതാണ്. എന്നാലും ഒന്നും വിട്ടുപോകാതിരിക്കുക. കാരണം ഒബ്ജക്റ്റീവ് ലെവൽ ക്വസ്റ്റ്യൻ ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ജസ്റ്റ് നമ്മുടെ എക്സാമ്പിളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ റെഡ് ടൈഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. മറന്നു പോകരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.